ഹായ് ഫ്രണ്ട്സ്, പരമ്പരാഗതമായി റീറ്റെയിൽ ടെക്സ്റ്റൈൽ ബിസിനസ് രംഗത്തുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ് കല്യാൺ ഗ്രൂപ്പ്. 1993 അവർ ജ്വല്ലറി സെഗ്മെന്റിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് TS കല്യാൺരാമൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ ആദ്യമായിട്ട് ഒരു കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഷോറൂം വരികയാണ്. ആ സ്റ്റോറൂം വിജയമായതോടെ കല്യാൺരാമൻ്റെ സൺസ് രാജേഷ് കല്യാൺരാമനും അതുപോലെ രമേശ് കല്യാൺരാമനും ഈ ഒരു ഫാമിലി ബിസിനസ്സിൽ ജോയിൻ ചെയ്യുകയും അങ്ങനെ കല്യാൺ ജ്വല്ലേഴ്സ് മെല്ലെ മെല്ലെ വളർന്ന് വലുതാവാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ 2021 കല്യാൺ ജ്വല്ലേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു ജ്വല്ലറി ബിസിനസ് ഗ്രൂപ്പ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും 2021 മാർച്ച് 26 ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ IPO പ്രൈസ് 87 എന്നുള്ള ഒരു പ്രൈസായിരുന്നു. എന്നാൽ ലിസ്റ്റിംഗ് ഡേയിൽ അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് 75 എന്ന ലെവലായിരുന്നു. അതായത് ഏകദേശം 13% ഒരു നഷ്ടത്തോടെയാണ് IPO പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. പിന്നീട് കുറേ കാലം ആ ഒരു റേഞ്ചിലായിരുന്നു ഈ സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. ഈ സ്റ്റോക്കിൽ പിന്നീട് വലിയ റാലികൾ നടക്കുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ വരവോട് കൂടിയാണ്. അപ്പോൾ ഹൈഡൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഫേം അവരുടെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള വാർബർഗ് പിൻകസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതോടുകൂടി ഈ സ്റ്റോക്കിൽ നല്ലൊരു മൊമെന്റം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ സ്റ്റോക്ക് നല്ല തോതിൽ റാലി നടക്കുകയും അങ്ങനെ അതിൻ്റെ ഹൈ പ്രൈസ് ആയിട്ടുള്ള 795 എന്ന ലെവൽ വരെ ഈ സ്റ്റോക്ക് പോവുകയുണ്ടായി. അത് ഏകദേശം 1000% ഒരു ഗെയിൻ ആയിരുന്നു അത്. അതായത് 1 ലക്ഷം രൂപ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് 3 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ കിട്ടുന്ന ഒരു പാക്കേജ് ആയിരുന്നു അത്. അപ്പോൾ ആ ഒരു 795 എന്ന ലെവലിൽ നിന്നാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് 502 എന്ന ലെവലിലേക്ക് വലിയൊരു ഫ്രീ ഫോൾ നടന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ആ 1000% എന്നുള്ള ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് 476% എന്ന ലെവലിലേക്ക് മാത്രമായിട്ട് അതിൻ്റെ ഗെയിന് ചുരുങ്ങിയെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ 795 എന്നുള്ള ആ ഒരു ഹൈ പ്രൈസിൽ നിന്നുള്ള ഇതിൻ്റെ ഫോള് ഇപ്പോൾ ഏകദേശം 37% കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഫോള് മെല്ലെ മെല്ലെ ഗ്രാജുവലായിട്ട് വർഷങ്ങളെടുത്ത് നടന്ന ഒരു സംഭവമല്ല. ഈ ന്യൂ ഇയറിന് ശേഷം അതായത് 2025 ജനുവരി 2-ാം തീയതിയാണ് ഈ 795 എന്ന ലെവലിൽ ഈ സ്റ്റോക്ക് എത്തുന്നത്. അവിടെ നിന്ന് പിന്നീട് 10 ട്രേഡിംഗ് സെഷനിൽ കൊണ്ടാണ് ഇത് 37% ക്രാഷ് ആയിട്ട് ഇപ്പോൾ 502 എന്ന ലെവലിൽ എത്തിയത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ RSI അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് 21 എന്ന ലെവലാണ് കാണാൻ കഴിയും. നമുക്കറിയാം RSI 30-ൽ താഴെ പോയി കഴിഞ്ഞാൽ അത് ഓവർ സോൾഡ് സോണാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ മാക്സിമം സെല്ലിങ് ഈ സ്റ്റോക്കിൽ നടന്നു കഴിഞ്ഞു. അപ്പോൾ ജനുവരി 2-ന് അന്നത്തെ ആ ഒരു ഹൈ പ്രൈസിൽ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 82,000 കോടിക്ക് അടുത്തായിരുന്നു. അവിടെ നിന്നാണ് അതിപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് 50,000 കോടിയുടെ ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത്. അതായത് 30,000 കോടിയുടെ ഒരു മാർക്കറ്റ് വാല്യൂ ആണ് ഈ 10 ദിവസം കൊണ്ട് ഒലിച്ചു പോയത്. അപ്പോൾ ഇതൊരു വലിയ ക്രാഷാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഭാവി എന്താണെന്നും ഈ കറണ്ട് ലെവലിൽ ഈ സ്റ്റോക്ക് ബൈ ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ഒന്ന്, കല്യാൺ ജ്വല്ലേഴ്സ് അവരുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിന് കൈക്കൂലി കൊടുത്തു എന്നൊരു ആരോപണമാണ് ആദ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടത്. മറ്റൊരു വാർത്ത കല്യാൺ ജ്വല്ലേഴ്സുമായിട്ട് വന്നിട്ടുള്ളത് കോർപ്പറേറ്റ് ഓഫീസുകളിൽ ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് നടന്നു എന്ന ഒരു റൂമറാണ്. മറ്റൊന്ന്, കല്യാൺ ജ്വല്ലേഴ്സ് തങ്ങളുടെ ഇൻവെൻട്രി, അതായത് നമുക്കറിയാം കല്യാൺ ജ്വല്ലറി ഇൻവെൻട്രി എന്ന് പ്രധാനമായിട്ട് ഗോൾഡ് ജ്വല്ലറികളാണ്, അതിൻ്റെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് റേറ്റ് ഇവർ ഉയർന്ന വിലയിൽ കാണിച്ചുകൊണ്ട് അസറ്റുകളെ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട് എന്ന ഒരു ആരോപണമാണ് മറ്റൊരു വിചിത്രമായ ആരോപണം ഈ സ്റ്റോക്കിനെതിരെ വന്നിട്ടുള്ളത് ഈ കമ്പനി ഒരു പ്രൈവറ്റ് എയർക്രാഫ്റ്റ് വാങ്ങാൻ പദ്ധതിയിടുന്നു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഇത്തരം വാർത്തകൾ വ്യാപകമായിട്ട് പ്രചരിക്കപ്പെട്ടതോടുകൂടി കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് അവരുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള രമേശ് കല്യാൺരാമൻ കഴിഞ്ഞ ദിവസം ജനുവരി 14-ാം തീയതി ഒരു അനലിസ്റ്റുകളുടെ ഒരു കോൺകോൾ മീറ്റിങ്ങിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുകയും അതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം പരിഹാസ്യവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തള്ളിക്കളയാണ്ടായത്. കൂടാതെ ഇത് പലതും വെറും റൂമേഴ്സും ഊഹാപോഹങ്ങളും മാത്രമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാം ഒരു ഇൻകം ടാക്സ് റൈഡ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ തീർച്ചയായിട്ടും അത് ഒറിജിനൽ സോഴ്സിലൂടെ വരുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള യാതൊരുവിധ തെളിവുകളോ അല്ലെങ്കിൽ വാർത്തകൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും വസ്തുതകളോ ഇല്ലാതെയാണ് ഇത്തരം ആരോപണങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു ചോദ്യം ഈ കോൺകോളിൽ വന്നിട്ടുള്ളത് ഈ കമ്പനിയുടെ പ്ലഡ്ജ്ഡ് പെർസെൻറ്റേജിനെ കുറിച്ചാണ്. അതായത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ പ്രൊമോട്ടേഴ്സ് 19.3% ഷെയറുകൾ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്.
അപ്പോൾ ആ ഒരു പ്ലഡ്ജിങ്ങിനുള്ള കാരണമായിട്ട് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സാണ് വാർബർഗ് പിൻകസ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫേം. അവരിൽ നിന്നും കല്യാൺ ജ്വല്ലേഴ്സ് ഷെയർ ബൈബാക്ക് നടത്തിയിരുന്നു. ഓഗസ്റ്റിൽ ഈ സ്റ്റോക്കിൽ വലിയൊരു റാലി നടത്തിയിട്ടുണ്ട് 7%. അത് ഈ ബൈബാക്ക് ന്യൂസ് വന്നതോടുകൂടിയാണ്. അപ്പോൾ അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. 60.59% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ടായിരുന്ന കമ്പനിയിൽ അത് 62.90 ഉയർന്നതായിട്ട് നമുക്ക് ആ ഒരു കാലയളവിൽ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഷെയർ ബൈബാക്ക് നടത്താൻ വേണ്ട ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഷെയറുകൾ ഇവർ 19% പ്ലഡ്ജ് ചെയ്തത് എന്നാണ് അതിന് കൊടുത്തിട്ടുള്ള വിശദീകരണം. ഇപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ബിസിനസ്സൊക്കെ വളരെ സ്ട്രോങ് ആണെങ്കിലും അവർക്ക് അത്യാവശ്യം കടമുള്ള ഒരു കമ്പനിയാണ് കല്യാൺ ജ്വല്ലേഴ്സ്. അതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ 1.04 എന്നുള്ള റേഷ്യോ ആണ് നമുക്ക് കാണാൻ കഴിയുക. ഏകദേശം 4550 കോടിയുടെ ഒരു ബോറോയിങ്സ് ആണ് 2024 സെപ്റ്റംബർ വരെയുള്ള ഒരു ഡാറ്റയിൽ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ അവർക്ക് ക്യാഷ് റിസർവ് ആയിട്ട് 3328 കോടി കാണാൻ കഴിയും. അപ്പം ഇങ്ങനെ എല്ലാവിധ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടും ഈ സ്റ്റോക്ക് എന്തുകൊണ്ട് ബൗൺസ് ബാക്ക് ചെയ്തില്ല, എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ജനുവരി മാസം 14-ാം തീയതിയാണ് ഈ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെയും 2-3 ട്രേഡിംഗ് സെഷൻ നടന്നു, എന്നിട്ടും സ്റ്റോക്ക് തിരിച്ചു വന്നില്ല എന്നുള്ളതാണ് എല്ലാവരെയും അലട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ. അതിന് പ്രധാനമായിട്ടൊരു കാരണമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ PE റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മീഡിയൻ PE 39.4 ആണ്. അത് 3 വർഷത്തെ മീഡിയൻ PE 39.4 ആണ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 82.7 എന്നുള്ള ഹൈ PEയിലേക്ക് ഈ സ്റ്റോക്ക് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് വലിയൊരു ഓവർ വാല്യുവേഷൻ ലെവലിലേക്ക് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും കമ്പനിയിൽ നല്ല ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ 3 ഇയേഴ്സിൻ്റെ സെയിൽസ് CAGR ഗ്രോത്ത് 29% ആണ്. ട്രെയിലിംഗ് 12 മന്ത്സ് 33% ആണ്. കമ്പനി വളരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പ്രൈസ് CAGR കമ്പനിയുടെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടല്ല പോകുന്നത്. അത് 95% CAGR വളരുന്നത്. കഴിഞ്ഞ ഒരു വർഷം 38% ആയിട്ടും അത് വളർന്നതായിട്ട് കാണാൻ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മുടെ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പല കറക്ഷൻസും സ്റ്റോക്കുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഈ താഴോട്ടേക്ക് വന്നതിൻ്റെ ആ ഒരു ആഴം വല്ലാതെ വർദ്ധിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നോർമൽ കറക്ഷനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ റിസൾട്ടിൻ്റെ ഡേറ്റ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജനുവരി 30-നാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ അതിനു മുമ്പേ ഇവരൊരു ക്വാർട്ടർലി അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു Q3യുടെ. അത് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ റവന്യൂ ഗ്രോത്ത് ഏകദേശം 39% വെച്ചിട്ടാണ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളർന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റീവ് സീസൺ, വെഡ്ഡിങ് സീസണൊക്കെ ഇവർക്ക് വലിയ തോതിലുള്ള റവന്യൂ വർദ്ധിക്കാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. അതുകൂടാതെ ഇവരുടെ ഷോറൂമുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ 24ഓളം പുതിയ കല്യാൺ ഷോറൂമുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ മിഡിൽ ഈസ്റ്റിലുള്ള ഇവരുടെ ബിസിനസ് ഏകദേശം 22% വെച്ച് ഗ്രോ ചെയ്തിട്ടുണ്ട് എന്നാണ് അവരുടെ അപ്ഡേറ്റിൽ കാണാൻ കഴിയുക. അപ്പോൾ ഇവരുടെ മൊത്തം റവന്യൂവിൻ്റെ ഏകദേശം 11% വരുന്നത് ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നാണ്. ഇത് കൂടാതെ ഇവർ US കമ്പനി സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്ന, കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഷോറൂം ആദ്യമായിട്ട് ഇവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രവാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഷോറൂമാണ് അവർ അമേരിക്കയിൽ തുറന്നിട്ടുള്ളത്. ഇതുകൂടാതെ ഇവരുടെ ഡിജിറ്റൽ ജ്വല്ലറി പ്ലാറ്റ്ഫോമിലും നല്ല പുരോഗതിയാണ് കാണാൻ കഴിയുന്നത്. 89% ഗ്രോത്താണ് അവിടെ ഈ അപ്ഡേറ്റിൽ കാണാൻ കഴിയുക. അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ധാരാളം ഷോറൂമുകൾ പല ഫോർമാറ്റിലും, അത് ഡിജിറ്റൽ ഫോർമാറ്റിലായാലും അതുപോലെ ഫ്രാഞ്ചൈസി മോഡലായാലും സ്വന്തമായിട്ട് ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലായാലും പല വിധത്തിലുള്ള ഫോർമാറ്റിലുള്ള വലിയ ബിസിനസ് പ്ലാനുകൾ ഇവരുടെ അപ്ഡേറ്റ് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും വളരെയധികം ഫ്യൂച്ചർ സാധ്യതയുള്ള ഒരു ബിസിനസ് മോഡലാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ഒരു 500 ലെവലിലുള്ള ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഇവർ മുമ്പേ ഈ സ്റ്റോക്ക് ബൈബാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അതേ ഒരു പ്രൈസാണ്. നമുക്കത് കാണാൻ കഴിയും. ആ ഒരു ബ്ലോക്ക് ഡീലിലൂടെ ഇവർ സ്റ്റോക്ക് തിരിച്ചു വാങ്ങിച്ചപ്പോൾ 539 എന്നുള്ള ലെവലിലായിരുന്നു സ്റ്റോക്കിൻ്റെ പ്രൈസ്. അപ്പോൾ ആ ലെവലിലേക്ക് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ സ്റ്റോക്ക് ബൈബാക്ക് കല്യാൺ ജ്വല്ലേഴ്സ് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു റാലിക്കുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പല ബ്രോക്കറേജ് ഹൗസുകളും ഇപ്പോഴും ഈ സ്റ്റോക്കിൽ ബുള്ളിഷാണ്. നമുക്കാണെങ്കിൽ മോട്ടിലാൽ ഓസ്വാൾ സെക്യൂരിറ്റീസ് ഇതിനൊരു ബൈ റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ ടാർഗറ്റ് 875 എന്ന ലെവലിലേക്ക് ഈ ഒരു തകർച്ചയിലും അവർ വെച്ചതായിട്ട് കാണാം. അതുപോലെ ഇന്റർനാഷണൽ ബ്രോക്കറേജ് ആയിട്ടുള്ള സിറ്റി 810 എന്നുള്ള ഒരു ടാർഗറ്റോട് കൂടിയ ഒരു ബൈ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ICICI സെക്യൂരിറ്റീസ് 770 എന്നുള്ള ഒരു ടാർഗറ്റിലുള്ള ഒരു ബൈ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് കാണാൻ കഴിയും പല പ്ലാറ്റ്ഫോമിലും
ഭൂരിഭാഗം അനലിസ്റ്റുകളും ഇതിന് ഒരു ബൈ റേറ്റിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. നമുക്കറിയാം മണപ്പുറം പോലെയുള്ള സ്റ്റോക്കുകളിലും ഇതേപോലെയുള്ള ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള തകർച്ചകൾ നമുക്ക് കണ്ടത്. പക്ഷേ എന്നിട്ട് ആ സ്റ്റോക്കുകളൊക്കെ തിരിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിലും ഗുരുതരമായ ആരോപണങ്ങൾ മണപ്പുറത്തിനെതിരെയൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ കല്യാൺ ജ്വല്ലേഴ്സിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ വെറും റൂമേഴ്സും ഊഹാപോഹങ്ങളും മാത്രമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികകാലം ഈ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് ഈ സ്റ്റോക്ക് നിൽക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ വരാൻ പോകുന്ന ജനുവരി 30 ക്വാർട്ടർലി റിസൾട്ടുകൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റ് ആയിരിക്കും. അപ്പോൾ അത് വാച്ച് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ സ്റ്റോക്കിലുള്ള നമ്മുടെ വ്യൂ രൂപീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കല്യാൺ ജ്വല്ലേഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.